ആഹാരം നന്നായാൽ ആരോഗ്യം നന്നാവും എന്നാണല്ലോ. അസുഖങ്ങളൊന്നുമില്ലാതെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും നല്ല ചുറുചുറുക്കോടെ ഇരിക്കാനുമൊക്കെ ദിവസവും ഒരു നേരമെങ്കിലും റാഗി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റാഗി കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള 6 ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസുമായിട്ടാണ്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ റെസിപ്പി കറിയൊന്നും ഇല്ലാതെ കഴിക്കാൻ പറ്റുന്ന റാഗി കൊഴുക്കട്ടയാണ്. റാഗി കൊഴുക്കട്ട എന്നോ മണിക്കൊഴുക്കട്ട എന്നോ അല്ലെങ്കിൽ റാഗി ബോൾസ് എന്നോ ഒക്കെ പറയാവുന്നതാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ അരിപ്പൊടി കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും, റാഗി കൊണ്ട് പലരും ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ, കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. റാഗി ഇഷ്ടമില്ലാത്തവർ ഇത് കഴിച്ചു പോകും. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഇതാ ഞാനിവിടെ 1/2 കപ്പ് റാഗിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അത്ര തന്നെ വെള്ളവും എടുത്ത് വെച്ചിട്ടുണ്ട്. 1/2 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി പാകത്തിന് ഉപ്പ് ചേർക്കാം. 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം ചേർക്കുകയാണ്. 1 ടീസ്പൂണോളം ചെറുതായി അരിഞ്ഞ ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നത്. ചെറിയ ഉള്ളിക്ക് പകരം സവോളയും എടുക്കാവുന്നതാണ്, പക്ഷേ ചെറിയ ഉള്ളിയാണ് ടേസ്റ്റ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യ് ചേർക്കുകയാണ്. ഇത് തീർത്തും ഓപ്ഷണലാണ് കേട്ടോ. ഇനി നമുക്കിത് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. വെള്ളം നല്ലപോലെ വെട്ടി തിളയ്ക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന റാഗിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഇതിൽ വെള്ളം കുറവുള്ള പോലെയൊക്കെ തോന്നും, പക്ഷേ കുഴപ്പമില്ല, ഈ വെള്ളം മതി കേട്ടോ. അപ്പോൾ ഇതാ നല്ലപോലെ തന്നെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതൊന്ന് അടച്ച് വയ്ക്കാം. ചൂടാറി കഴിയുമ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് ഇട്ടതിന് ശേഷം നല്ലപോലെ തന്നെ കൈകൊണ്ട് കുഴച്ച് നല്ല സോഫ്റ്റ് മാവാക്കി എടുക്കണം. കുഴയ്ക്കുന്ന സമയത്ത് ഇത് ചെറുതായിട്ട് കയ്യിൽ ഒട്ടിപ്പിടിക്കും കേട്ടോ. കുഴച്ച് കഴിയുമ്പോൾ പിന്നീട് അത് ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ വല്ലാതെ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണയോ വെള്ളമോ എന്തെങ്കിലും കയ്യിലാക്കിയതിന് ശേഷം ഇത് കുഴച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ കുറച്ച് വെള്ളമാക്കിയതിന് ശേഷം ഇത് കുഴച്ചെടുക്കുകയാണ്. ഇത് കണ്ടില്ലേ, നല്ല സോഫ്റ്റ് മാവായിട്ട് തന്നെ നമുക്കിത് കിട്ടും. ഇത് കണ്ടില്ലേ, ഒട്ടും തന്നെ കയ്യിലൊട്ടിപ്പിടിക്കുന്നില്ല, നല്ല സോഫ്റ്റ് മാവായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതേ അളവിൽ തന്നെ വെള്ളവും റാഗിപ്പൊടിയൊക്കെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാൽ നമുക്ക് ഇതേപോലെ നല്ല സോഫ്റ്റ് മാവായിട്ട് കിട്ടും. ഇനി നമുക്ക് കുഞ്ഞു കുഞ്ഞു ബോൾസായിട്ട് ഇത് ഉരുട്ടിയെടുക്കുകയാണ് വേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഇത് ഉരുട്ടിയെടുക്കാവുന്നതാണ്. അതിന് മുമ്പേ നമുക്ക് ആവി കയറ്റാനുള്ള പാത്രത്തിൽ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് വയ്ക്കാം. കുറേശ്ശെ മാവ് എടുത്തതിന് ശേഷം കുഞ്ഞു കുഞ്ഞു ബോൾസായിട്ട് നമുക്ക് ഇത് ഉരുട്ടിയെടുക്കാം. കയ്യിലൊട്ടും തന്നെ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല, എണ്ണയൊന്നും ആക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ബാക്കിയുള്ള മാവും ഞാൻ ഇതേപോലെ തന്നെ ഉരുട്ടിയെടുക്കുകയാണ്. മുഴുവനും ഇതേപോലെ ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്കിത് സ്റ്റീം ചെയ്യാനായിട്ട് വെക്കണം. ഒരു 3-4 മിനിറ്റ് സ്റ്റീം ചെയ്താൽ മതി, അപ്പോഴേക്കും ഇത് വെന്ത് കിട്ടും. അപ്പോൾ ഇതാ ഞാനൊരു 4 മിനിറ്റ് ഇത് സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇതിനി എടുത്ത് നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ചൂടാറുമ്പോഴേക്കും നമുക്ക് ഇതിൽ ചേർക്കാനുള്ള ഒരു വറവ് റെഡിയാക്കാനുണ്ട്. ഇതിങ്ങനെ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൽ ജീരകവും ചെറിയ ഉള്ളിയൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. ഒരു വറവും കൂടി ഇട്ടാൽ കൂടുതൽ ടേസ്റ്റി ആവും. അപ്പോൾ അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാ ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി കഴിയാറാകുമ്പോൾ 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഉഴുന്നുപരിപ്പൊക്കെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റായിരിക്കും. ഇത് കരിഞ്ഞു പോകരുത് കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഒന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട്. ഉഴുന്നുപരിപ്പ് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 8-10 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതാണ്. ചെറിയ ഉള്ളിക്ക് പകരം സവോളയും ചേർത്ത് കൊടുക്കാവുന്നതാണ്, പക്ഷേ കൂടുതൽ ഹെൽത്തിയും ടേസ്റ്റും ചെറിയ ഉള്ളിക്കാണ്. ഇതൊന്ന് സോഫ്റ്റ് ആവുന്നത് വരെ വഴറ്റിയെടുക്കാം. ചെറിയ ഉള്ളി പാകമായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ചേർക്കാനുള്ളത് ചിരകിയ തേങ്ങയാണ്. 1/2 കപ്പ് ചിരകിയ തേങ്ങ കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് ഒരുപാട് അങ്ങ് ബ്രൗൺ കളറാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വഴറ്റി കിട്ടിയാൽ മതി. ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ തേങ്ങയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 നുള്ള മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്. 1/2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഞാനിതിലേക്ക് ചേർക്കുകയാണ്. ഇതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചിട്ട് വേണം പൊടികൾ ചേർക്കാനായിട്ട്. ഇനി ഈ പൊടികളൊന്ന് മൂത്ത് വരുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഒരുപാടൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല. 1/2 ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സും കൂടി ഇതിലേക്ക് ചേർക്കുകയാണ്. ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പൊടികളൊക്കെ മൂത്ത് പച്ചമണമൊക്കെ മാറി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന റാഗി ബോൾസ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിലേക്കിട്ട് ഒരു 2 മിനിറ്റ് നമുക്കിതുപോലെ അടച്ചു വയ്ക്കാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ റാഗി
കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. ഈ ഒരു വറവും കൂടി ചേർക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും പറയാനില്ല. നിങ്ങൾ തയ്യാറാക്കി നോക്കൂ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. ഇതിനി ഞാനൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാണ്. കഴിക്കുമ്പോൾ ഈ തേങ്ങയും കൂടി ചേർത്തിട്ട് വേണം കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ ഇടണേ. നല്ല ക്രിസ്പിയും നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള റാഗി നീർദോശയാണ് അടുത്ത റെസിപ്പി. ഇത് കണ്ടില്ലേ, ശബ്ദം കേൾക്കുന്നില്ലേ? നല്ല ക്രിസ്പിയാണിത്. നല്ല ടേസ്റ്റ് വേണം കേട്ടോ കഴിക്കാനായിട്ട്. വേറെ ചട്നിയുടെയോ കറിയുടെയോ ഒന്നും ആവശ്യമില്ല ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, അടിപൊളിയല്ലേ? അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ആദ്യം ഒരു മിക്സിയുടെ ജാർ എടുക്കുകയാണ്. നമുക്ക് ഇതിനായിട്ട് വേണ്ടത് 2.5 കപ്പ് വെള്ളമാണ്. അതിൽ 2 കപ്പ് വെള്ളം ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. 1/2 കപ്പ് ഞാനിപ്പോൾ മാറ്റി വയ്ക്കുകയാണ്. ഇത് ചെറിയ ജാറായതുകൊണ്ടാണ് ഇത് മുഴുവനായിട്ടും ഇതിൽ ഒഴിക്കാത്തത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് റാഗിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ 1/2 കപ്പ് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. നൈസ് പത്തിരിപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പാകത്തിന് ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. ഒരുപാട് സമയമൊന്നും അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒരു 5-10 സെക്കൻഡ് ഒന്ന് പൾസ് ചെയ്തെടുത്ത് കൊണ്ടുവരാം, നല്ലപോലെ മിക്സ് ആവാനായിട്ടാണ്. അങ്ങനെ അടിച്ചെടുത്തതിന് ശേഷം ഇതൊരു വലിയ ബൗളിലേക്ക് ഒഴിച്ചു വയ്ക്കുകയാണ്. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന 1/2 കപ്പ് വെള്ളം ഉണ്ടല്ലോ, അത് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി കുറച്ച് ചേരുവകൾ ചേർക്കാനുണ്ട്. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കുകയാണ്. പിന്നെ വേണ്ടത് കുരുമുളക് പൊടിയാണ്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കാം. സവോള ചെറുതായി അരിഞ്ഞത് 1/4 കപ്പ് ചേർക്കാം. ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞ് അതും കൂടി ചേർക്കുകയാണ്. 1/2 ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സും കൂടി ചേർക്കുകയാണ്. ഇതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇഞ്ചി ചെറുതായി അരിഞ്ഞത് 1 ടീസ്പൂൺ ചേർക്കാം. ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് 2 ടേബിൾ സ്പൂൺ ചേർക്കുകയാണ്. 1/4 കപ്പ് മല്ലിയില കൂടി ചെറുതായി അരിഞ്ഞ് ചേർക്കാം. ഇത്രയേ ഉള്ളൂ. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ സമയത്ത് തന്നെ നമുക്കൊരു ദോശാപ്പാൻ ചൂടാവാനായിട്ട് അടുപ്പത്തേക്ക് വെക്കാം. നല്ലപോലെ ചൂടായ പാനിലേക്ക് വേണം ഈ മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. നല്ലപോലെ ഇളക്കിയതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ അരിപ്പൊടിയും റാഗിപ്പൊടിയും ഒക്കെ അടിയിൽ അടിഞ്ഞുകൂടി കിടക്കും. അപ്പോൾ ഇതേപോലെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിന് മുകളിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഇഷ്ടമുള്ളവർക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇതൊന്ന് അടച്ചു വെച്ച് 4-5 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കാം. നല്ല ക്രിസ്പി ആയതിനു ശേഷം വേണം ഇത് പാനിൽ നിന്ന് എടുത്ത് മാറ്റാനായിട്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. ചൂടോടുകൂടി തന്നെ കറുമുറ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ബാക്കിയുള്ള മാവ് കൊണ്ട് നമുക്ക് ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. പാൻ നല്ലപോലെ ചൂടായതിന് ശേഷം മാത്രമേ മാവ് കോരി ഒഴിക്കാനായിട്ട് പാടുള്ളൂ. അതുപോലെ നല്ലപോലെ മൊരിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് പാനിൽ നിന്നും എടുക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അടിപൊളിയല്ലേ? 3 എണ്ണം ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുവരെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. ചൂടോടുകൂടി തന്നെ കഴിക്കുമ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിലിടണേ. ഇനി നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റാഗി ചപ്പാത്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിന് ചപ്പാത്തിയെന്നോ പത്തിരിയെന്നോ ഒക്കെ പറയാവുന്നതാണ്. നല്ല സോഫ്റ്റാണിത് കേട്ടോ. അപ്പോൾ ഇത്രയും സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തിയോ പത്തിരിയോ ഒന്നും നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടുണ്ടാവില്ല. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എത്ര സോഫ്റ്റാണെന്ന്. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് റാഗിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം ഇതിലേക്ക് ഇതേ കപ്പിൽ തന്നെ 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കട്ടയൊന്നുമില്ലാതെ നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുകയാണ്. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് പാകത്തിന് ഉപ്പും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചതിന് ശേഷം നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്കിത് അടുപ്പത്തേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി കൈവിടാതെ തന്നെ ഇത് ഇളക്കി കൊടുക്കണം. ഇത് ചൂടായി തിളച്ച് വരും തോറും നല്ലപോലെ തന്നെ കുറുകി വരും. കുറുകി പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ആ ഒരു പരുവാവും. പിന്നീട് ഇത് നമ്മൾ ഇളക്കി കൊടുക്കുന്ന തവിയുടെ മുകളിലേക്ക് ഒട്ടിപ്പിടിച്ച് ഒരു ബോൾ പോലെ ആവുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊരു പരന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഈ സമയത്ത് നമുക്കിത് കൈകൊണ്ട് കുഴയ്ക്കാൻ പറ്റില്ല, നല്ല ചൂടാണ്. അതുകൊണ്ട് ചൂടാറാനായിട്ട് ഇത് മാറ്റി വയ്ക്കാം. ഞാനിതൊന്ന് അടച്ചു വയ്ക്കുകയാണ്. ഇനി ചൂടാറിയതിന് ശേഷം കയ്യിൽ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇത് നല്ലപോലെ തന്നെ കുഴച്ച് നല്ല സോഫ്റ്റ് മാവാക്കി എടുക്കാം. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്ന പോലെ തന്നെയാണ് ഇതും കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റ് മാവായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതൊട്ടും തന്നെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുകയില്ല.
ഇനി നമുക്ക് ചപ്പാത്തിക്കൊക്കെ എടുക്കുന്ന അത്രയും വലുപ്പത്തിലുള്ള ബോൾസാക്കി ഇത് ഉരുട്ടിയെടുക്കാം. ഇനി നമുക്ക് പരത്തിയെടുക്കുകയാണ് വേണ്ടത്. കുറച്ച് റാഗിപ്പൊടി വിതറിയതിന് ശേഷം നമുക്ക് ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ തന്നെ പരത്തിയെടുക്കാം. ആ ഒരു തിക്നെസ് തന്നെ പരത്തിയെടുത്താൽ മതി. നല്ല സോഫ്റ്റാണ് ഇത്, ഒരുപാട് പ്രഷറൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്നതിനേക്കാളും എളുപ്പത്തിൽ ഇത് പരത്തിയെടുക്കാവുന്നതാണ്. എല്ലാം ഒരേ വലുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം വെച്ച് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. എല്ലാം പരത്തി കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ നല്ലപോലെ ചൂടായതിന് ശേഷം നമുക്ക് ഓരോന്നായി ഇതിലേക്കിട്ട് ചുട്ടെടുക്കാം. ചപ്പാത്തി കുക്ക് ചെയ്തെടുക്കുന്ന പോലെ തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നല്ല പോലെ തന്നെ ഇത് പൊങ്ങി വരും, കണ്ടില്ലേ. അപ്പോൾ എണ്ണയൊക്കെ സ്പ്രെഡ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ചെയ്യാവുന്നതാണ്, ഓപ്ഷണലാണ് കേട്ടോ. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഇതിന് മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റാഗി ചപ്പാത്തി നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ചപ്പാത്തിയെന്നോ പത്തിരിയെന്നോ ഒക്കെ പറയാം. ഞാൻ അരിപ്പൊടി കൊണ്ട് പത്തിരിയും ഗോതമ്പ് പൊടി കൊണ്ട് ചപ്പാത്തിയും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പത്തിരി ഞാൻ ഇതേവരെ കഴിച്ചിട്ടില്ല. നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. നിങ്ങളും ഉണ്ടാക്കി നോക്കൂ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. അടുത്തത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള റാഗി അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, എന്തൊരു സോഫ്റ്റാണെന്ന്, നല്ല ആരെടുത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഇതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് റാഗിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ ചേർക്കുകയാണ്. 1/2 കപ്പ് പൊടിയല്ലേ ഉള്ളൂ, അതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ തേങ്ങ മതി. 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് ഇനി 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുകയാണ്. പഞ്ചസാര ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർ ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് തീർത്തും ഓപ്ഷണലാണ്. ഷുഗറൊക്കെ ഉള്ളവർക്ക് ചേർക്കാൻ പറ്റില്ലല്ലോ, അങ്ങനെയുള്ളവർ ചേർക്കേണ്ട. ഇതിലേക്ക് ഇനി 2 നുള്ള് ഈസ്റ്റും കൂടി ചേർക്കുകയാണ്. ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ ഇളം ചൂടുള്ള വെള്ളമാണ് കേട്ടോ ചേർക്കുന്നത്. ഞാനിപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് പെട്ടെന്ന് പൊങ്ങി വരാനായിട്ട് ഇളം ചൂടുള്ള വെള്ളമാണ് ചേർക്കുന്നത്. നിങ്ങൾ തലേദിവസം രാത്രി അരച്ച് വെക്കുകയാണെങ്കിൽ നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളം ചേർത്താൽ മതിയാവും. ഇത് പെട്ടെന്ന് പൊങ്ങി വരാനായിട്ടാണ് ഞാൻ ഇളം ചൂടുള്ള വെള്ളം ചേർക്കുന്നത്. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഇത് നല്ല സ്മൂത്തായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. അരച്ചെടുത്ത മാവ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു വെച്ച് ഞാനിത് അടച്ചു വയ്ക്കുകയാണ്. 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാ നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, മാവ് നല്ല പോലെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്, പാത്രം നിറഞ്ഞു വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല പോലെ ഫെർമെൻ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ചേർക്കാവുന്നതാണ്. ഞാനിത് ദോശാപ്പാനിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. പാൻ വെച്ചിട്ടുണ്ട്, പാൻ നല്ലപോലെ ചൂടായിട്ടുണ്ട്. 1 തവി മാവ് ഇതിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് കുഴിയുള്ള അപ്പച്ചട്ടിയിലും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം, ഒരുപാട് തിന്നായിട്ട് പരത്തണ്ട. ഇതുപോലെ ഒന്ന് പരത്തിയതിന് ശേഷം നമുക്ക് ബബിൾസ് വന്ന് പൊട്ടുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നല്ലപോലെ ഹോൾസ് വന്നു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു 30 സെക്കൻഡ്സ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ തന്നെ കുക്കായിട്ടുണ്ട്. ഇത് നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അടിപൊളി അപ്പമല്ലേ, നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. ഒരെണ്ണം കൂടെ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. കുക്കാവുമ്പോൾ നമുക്കിത് പാനിൽ നിന്നും എടുത്ത് മാറ്റാം. അടിപൊളിയല്ലേ, നല്ല ആരെടുത്ത അടിപൊളി സോഫ്റ്റ് അപ്പം. നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. ഏത് കറിയുടെ കൂടെയും നമുക്കിത് കഴിക്കാവുന്നതാണ്. ചിക്കൻ കറിയോ മട്ടൻ കറിയോ എഗ് കറിയോ അല്ലെങ്കിൽ വെജിറ്റബിൾ കറിയോ ഏതായാലും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഞാനിത് കഴിക്കുന്നത് ഒരു വെണ്ടയ്ക്ക കറിയുടെ കൂടെയാണ്. വെണ്ടയ്ക്ക കറിയുടെ റെസിപ്പി ഇതിന് തൊട്ട് മുമ്പ് ഇട്ടിട്ടുണ്ട്, കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. ഇനി നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള റാഗി ഇടിയപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് റാഗിപ്പൊടിയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇനി ഞാനൊരു പാത്രം എടുക്കുകയാണ്. ഈ പാത്രത്തിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന റാഗിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതേ കപ്പിന് 1/4 കപ്പ് വെള്ളം ഈ പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഫ്ലെയിമൊന്നും ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. ഇത് കട്ടയൊന്നും ഇല്ലാതെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ഇത് അടുപ്പത്തേക്ക് വെക്കാം. കൈവിടാതെ തന്നെ ഇത് ഇളക്കി കൊടുക്കണം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷണലാണ് കേട്ടോ, ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നല്ലൊരു മയം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കാം. ഇത് തിളച്ച് വരുംതോറും ഇത് നല്ലപോലെ ഒന്ന് കുറുകി വരും. കുറച്ച് കഴിയുമ്പോഴേക്കും ഇത് പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരും.
ഇത് ഇളക്കിക്കൊണ്ടിരിക്കുന്ന തവിയിൽ ഒരു ബോൾ പോലെ ആയിട്ട് ഇതുപോലെ വരും. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ മാവ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഈ സമയത്ത് മാവ് ഒട്ടും തന്നെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുകയില്ല കേട്ടോ. പക്ഷേ കൈകൊണ്ട് ഇത് കുഴയ്ക്കാൻ പറ്റില്ല, നല്ല ചൂടല്ലേ. അതുകൊണ്ട് ചൂടാറാനായിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇതൊന്ന് അടച്ചു വയ്ക്കുകയാണ്. ഇനി നമുക്ക് സേവനാഴിയിലും അതേപോലെ തന്നെ ഇത് ആവി കയറ്റിയെടുക്കുന്ന പാത്രത്തിലൊക്കെ എണ്ണ സ്പ്രെഡ് ചെയ്ത് വയ്ക്കാം. ഞാനിപ്പോൾ ഇഡ്ഡലി തട്ടിലാണ് ഇത് ആവി കയറ്റിയെടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ മാവ് നല്ലപോലെ ചൂടാറിയിട്ടുണ്ട്. നമുക്കിനി കൈകൊണ്ട് ഇത് നല്ലപോലെ ഒന്ന് കുഴച്ച് നല്ല സോഫ്റ്റ് മാവാക്കി എടുക്കണം. കയ്യിൽ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്തതിന് ശേഷമാണ് ഞാനിത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ നല്ലപോലെ തന്നെ കുഴച്ച് നല്ല സോഫ്റ്റ് മാവാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഒട്ടും തന്നെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. ഇനി നമുക്ക് ഇത് സേവനാഴിയിലേക്ക് മാറ്റി കൊടുക്കാം. ഏറ്റവും ചെറിയ ഹോൾസുള്ള ചില്ലാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇഡ്ഡലി തട്ടിലേക്ക് ഇത് പിഴിഞ്ഞെടുക്കാം. ഇഡ്ഡലി തട്ടിൽ കുറച്ച് ചിരകിയ തേങ്ങ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലേക്ക് നമുക്കിത് പിഴിഞ്ഞെടുക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റും. ഒട്ടും തന്നെ ഫോഴ്സൊന്നും ആവശ്യമില്ല ഇത് പിഴിഞ്ഞെടുക്കാനായിട്ട്. നല്ല സോഫ്റ്റാണിത്. ഇനി നമുക്കിത് സ്റ്റീം ചെയ്യാനായിട്ട് വയ്ക്കാം. ഒരു 3-4 മിനിറ്റ് സ്റ്റീം ചെയ്താൽ മതി. അപ്പോഴേക്കും ഇത് കുക്കായിട്ട് കിട്ടും. അപ്പോൾ ഞാനിത് ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 3 മിനിറ്റ് സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലപോലെ തന്നെ കുക്കായിട്ടുണ്ട്. നമുക്കിനി ഇത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ചൂടാറിയതിന് ശേഷം ഞാനിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള റാഗി ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്, നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. ഇതുവരെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് റാഗി ഇഡ്ഡലിയാണ്. ഒരുപാട് പോഷക ഗുണങ്ങളുള്ള ഇഡ്ഡലി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പലതരത്തിൽ നമുക്ക് റാഗി ഇഡ്ഡലി ഉണ്ടാക്കാവുന്നതാണ്. അരി ചേർത്തിട്ടും അരി ചേർക്കാതെയൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഞാനിപ്പോൾ ഇന്ന് മട്ട അരി ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിനായിട്ട് ഞാനിതാ ഇവിടെ 1/4 കപ്പ് റാഗി എടുത്തിട്ടുണ്ട്. റാഗി പൊടി കൊണ്ടും ഇത് ഉണ്ടാക്കാവുന്നതാണ്. ഇങ്ങനെ ഹോൾ റാഗി അരച്ച് ഉണ്ടാക്കുമ്പോൾ അതിൽ ഫൈബർ കണ്ടൻറ്റ് ഒരുപാട് കൂടുതലായിരിക്കും. ഇതിലേക്ക് ഇനി വേണ്ടത് ഉഴുന്നുപരിപ്പാണ്. ഞാനിവിടെ തൊലിയുള്ള ഉഴുന്നുപരിപ്പാണ് എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. തൊലിയുള്ള ഉഴുന്നുപരിപ്പാകുമ്പോൾ നമ്മുടെ സാധാരണ ഉഴുന്നുപരിപ്പിനേക്കാളും ഒരുപാട് ഫൈബർ കണ്ടൻറ്റ് കൂടുതലാണ്. കഴിയുന്നതും തൊലിയുള്ള ഉഴുന്നുപരിപ്പ് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. പക്ഷേ അരിയുടെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നല്ല വെളുപ്പ് നിറം കിട്ടാനായിട്ട് തൊലിയുള്ളത് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇങ്ങനെ റാഗി ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ തൊലിയുള്ള ഉഴുന്നുപരിപ്പ് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ വേണ്ടത് മട്ട അരിയാണ്. 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ വാഷ് ചെയ്ത് ഞാൻ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 1/2 സ്പൂൺ ഉലുവയും കൂടി ഇതിലേക്ക് കഴുകി ചേർക്കുകയാണ് കേട്ടോ. ഇനി ഇതൊരു 6-7 മണിക്കൂർ നല്ലപോലെ കുതിരാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാ നല്ലപോലെ കുതിർന്നിട്ടുണ്ട്. ഇനി ഇത് അരച്ചെടുക്കുകയാണ് വേണ്ടത്. ആദ്യം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് റാഗിയും ഉഴുന്നുപരിപ്പും അരച്ചെടുത്തിട്ട് വരാം. അരച്ചെടുത്തതിന് ശേഷം ഒരു വലിയ പാത്രത്തിലേക്ക് തന്നെ ഇത് ഒഴിച്ച് വെക്കണം. ഇത് നമുക്ക് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കാനുള്ളതാണ്. അപ്പോൾ ഒരു വലിയ പാത്രത്തിലേക്ക് തന്നെ ഇത് ഒഴിച്ച് വെക്കുകയാണ്. 2 ബാച്ചായിട്ടാണ് കേട്ടോ ഞാൻ റാഗി ഉഴുന്നുപരിപ്പും അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മട്ട അരിയാണ് അരച്ചെടുക്കാനുള്ളത്. അതും ഇതേപോലെ തന്നെ സ്മൂത്തായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇതിലേക്ക് ഒരു തവി ചോറും കൂടി ചേർക്കുന്നുണ്ട്. ചോറിന് പകരം അവിലും ചേർക്കാവുന്നതാണ്. ഒരു തവി മതി കേട്ടോ. നമ്മൾ മട്ട അരിയൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും ഇഡ്ഡലി. അതുകൊണ്ട് ഒരു തവി ചോറ് ചേർത്താൽ മതി. ഇതും ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കാം. ഇതിലേക്കുള്ള ഉപ്പ് ഞാൻ ഇപ്പോൾ തന്നെയാണ് ചേർക്കുന്നത്. പാകത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് വയ്ക്കാം. ഒന്നുകിൽ കൈ കൊണ്ട് അല്ലെങ്കിൽ തവി കൊണ്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് വയ്ക്കാം. ഇതൊരു 8 മുതൽ 9 മണിക്കൂർ വരെ ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം. ഒരു 8-9 മണിക്കൂർ കഴിയുമ്പോഴേക്കും നല്ലപോലെ തന്നെ ഇത് പൊങ്ങി വരും. നമ്മൾ സാധാരണ ഇഡ്ഡലി ഉണ്ടാക്കുന്നത് പോലെ തന്നെ പിന്നീട് ഉണ്ടാക്കിയെടുത്താൽ മതി. ഇപ്പോൾ ഇതാ ഇവിടെ രാവിലെ ആയിട്ടുണ്ട്. രാത്രിയാണ് ഞാനിത് അരച്ച് വെച്ചത്. നല്ലപോലെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഒരു തവി കൊണ്ട് മാറ്റി കാണിക്കാം. ഇത് കണ്ടില്ലേ. ഇത്രയേ ഉള്ളൂ. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഇഡ്ഡലി തട്ടിലേക്ക് കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് മാവ് കോരി ഒഴിച്ച് ഇത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നമ്മൾ ഇഡ്ഡലി തട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഒരു 5 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം. 5 മിനിറ്റ് സ്റ്റീം ചെയ്തതിന് ശേഷം നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ചൂടാറുമ്പോൾ നമുക്കിത് തട്ടിൽ നിന്നും റിമൂവ് ചെയ്ത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നല്ല പഞ്ഞി പോലെയുള്ള ഇഡ്ഡലിയാണ്. നമ്മൾ ഹോൾ റാഗിയും സ്കിന്നുള്ള ഉഴുന്നുപരിപ്പും അതേപോലെ തന്നെ മട്ട അരിയൊക്കെ യൂസ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് പോഷക ഗുണങ്ങളുള്ള ഇഡ്ഡലിയാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. ഈ 6 റെസിപ്പീസും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഏറ്റവും ഇഷ്ടമായത് ഏതാണെന്ന് കമൻറ്റ് ബോക്സിൽ ഇടണേ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ
വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ ബൈ.